നിലമ്പൂരിലെ രാഷ്ട്രീയ നാടകങ്ങൾ രസകരമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ഒടുവിലെ ചിത്രമനുസരിച്ച് അൻവർ മത്സരിക്കുന്നു, ഒരു ചതുഷ്കോണ മത്സരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഇതോടുകൂടി ഇതുവരെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ കണക്കുകൂട്ടിയിരുന്ന കണക്കുകളെല്ലാം മാറുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വെറും 3000 വോട്ടിന് മാത്രം ഭൂരിപക്ഷത്തിലാണ് അൻവർ ജയിച്ചത്. അന്ന് 81,000 വോട്ടാണ് അൻവറിന് ലഭിച്ചതെങ്കിൽ 71,000 വോട്ട് UDF സ്ഥാനാർത്ഥി VV പ്രകാശ് ലഭിച്ചു. ഇനി അൻവറിന് എത്ര വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ നിർണായകമായിട്ടുള്ള കാര്യം. അൻവർ 10,000 വോട്ടിൽ കൂടുതൽ പിടിക്കുമെന്നാരും കരുതുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജയസാധ്യതയെ അതെങ്ങനെ ബാധിക്കും? BJPയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിനേക്കാളിലും അല്പം കൂടെ കൂടുതൽ ലഭിച്ചേക്കാം. പക്ഷെ അത് 10,000 വോട്ടിൽ കവിഞ്ഞു പോകുമെന്നാരും കരുതുന്നില്ല. അൻവർ ഒട്ടേറെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പത്രസമ്മേളനത്തിൽ അൻവർ യുക്തിക്ക് നിരക്കാത്ത ഒട്ടേറെ കാര്യങ്ങളാണ് പറഞ്ഞു നിരത്തിയത്. അതെല്ലാം കേൾക്കുന്ന ആളുകൾ അൻവർ എവിടെ നിൽക്കുന്നുവെന്നോ അൻവറിനെ എന്തിനു വേണ്ടി വോട്ട് ചെയ്യണമെന്നോ ഉള്ള ഒരു വ്യക്തത വരുത്താൻ അൻവറിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 2,23,000 വോട്ടാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ പോൾ ചെയ്ത് 1,73,000 വോട്ട്. ഇത്തവണ ഒരു 7,000 വോട്ട് കൂടി കൂടുതൽ ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 2,30,000 വോട്ട്. കഴിഞ്ഞ തവണത്തെക്കാളിലും പോളിംഗ് കൂടിയാൽ അത് 80% വരെ പോയാൽ പോലും ഒരു 1,80,000 വോട്ടിൽ കൂടുതൽ പോളിംഗ് നടക്കുമെന്ന് ആരും കരുതുന്നില്ല. അങ്ങനെ 1,80,000 വോട്ട് പോളിംഗ് നടന്നിടത്ത് അൻവറും BJPയും കൂടി ഒരു 20,000 വോട്ട് പിടിച്ചാൽ പോലും പിന്നെ അവശേഷിക്കുന്ന 1,60,000 വോട്ടാണ്. ഈ 1,60,000 വോട്ടിൽ 80,000 വോട്ടിൽ എങ്കിലും എത്തുന്ന ആള് ആയിരിക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക. അപ്പോൾ പ്രസക്തമായ ചോദ്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ആരാണ് 80,000 വോട്ടെങ്കിലും പിടിക്കുക? അത് UDFന്റെ സ്ഥാനാർത്ഥിയായ ഷൗക്കത്ത് പിടിച്ചാൽ ഷൗക്കത്ത് ജയിക്കും. LDFന്റെ സ്ഥാനാർത്ഥിയായ M സ്വരാജ് പിടിച്ചാൽ സ്വരാജിനായിരിക്കും ജയം. പക്ഷേ ഇവരുടെ ഭൂരിപക്ഷം എന്തായിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാരണം ആകെക്കൂടെ ഒരു അഴകുടമ്പൻ മട്ടിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ നിലനിൽക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് അൻവർ മത്സരിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ ലക്ഷ്യമാക്കിയാണ്, പ്രത്യേകിച്ച് മലയോര കർഷകരുടെ വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ് BJP സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത്. BJPയുടെ മോഹൻ ജോർജ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മലയോര കർഷകരുടെ വോട്ടിൽ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പോലും അവിടുത്തെ വളരെ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള മലയോര കർഷകരുടെ വോട്ടിൽ കാര്യമായ ചോർച്ച വരുത്താൻ BJP സ്ഥാനാർത്ഥി കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ശരിക്കും ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇവിടെ വളരെ കൃത്യമായി ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അൻവറിന്റെ വോട്ട് എന്തായാലും ഇത്തവണ UDFന് കിട്ടില്ല. അൻവർ കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് CPMന് ലഭിക്കുകയുമില്ല. അപ്പോൾ അൻവറിന്റെ വോട്ട് മാറ്റി നിർത്തിയാൽ പിന്നെ ഉള്ള മത്സരം എന്ന് പറയുന്നത് ശരിക്കുമുള്ള രാഷ്ട്രീയ മത്സരമാണ്. ആ രാഷ്ട്രീയ മത്സരത്തിൽ പിണറായി വിരുദ്ധ വികാരം എത്രമാത്രം ഉണ്ട് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ തന്നെ പ്രതിപക്ഷം അവകാശപ്പെടുന്നതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം ഇല്ല എന്ന് പറയേണ്ടി വരും. നേരെമറിച്ച് UDF സ്ഥാനാർത്ഥി ജയിച്ചാൽ തീർച്ചയായും അതിൻ്റെ പ്രധാന കാരണം മറ്റെന്തിനുമുപരി ഒരു പിണറായി വിരുദ്ധ വികാരം തന്നെയായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം തീർച്ചയാണ്, അൻവർ മത്സരിക്കുമ്പോൾ 9 വർഷം അവിടെ MLA ആയിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അൻവറിന് തീർച്ചയായിട്ടും നിലമ്പൂരിൽ അൻവറിൻ്റെതായ കുറേ വോട്ടുകളുണ്ട്. അത് ഏതൊരു MLAയ്ക്കും 2 ടേമിൽ ഒരു സ്ഥലത്ത് തന്നെ തുടർച്ചയായി നിൽക്കാൻ കഴിഞ്ഞാൽ സംഭരിക്കാൻ കഴിയുന്ന കുറച്ച് സ്വന്തം വോട്ടുകൾ ഉണ്ടാവും. പല കാര്യങ്ങൾ വ്യക്തിപരമായിട്ടും പലർക്കും ചെയ്തു കൊടുത്ത പല ഉപകാരങ്ങളുടെ പേരിലും അല്ലാതെയും ഒക്കെയുള്ള വോട്ടുകൾ. പക്ഷേ രാഷ്ട്രീയമായിട്ട് അൻവറിൻ്റെ കൂടെ എത്ര പേർ നിൽക്കും എന്നുള്ളതാണ് പ്രശ്നം. ഒന്നാമത്, അൻവർ ജയിക്കില്ലെന്ന് എല്ലാവർക്കും ഉറപ്പ്. രണ്ടാമത്, അൻവർ എടുത്ത രാഷ്ട്രീയ നിലപാടുകളോട് എല്ലാവർക്കും യോജിപ്പില്ല. അൻവറിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന കുറെ അനുയായികൾ ഒഴിച്ചാൽ ആരും ഇത്തവണ അൻവറിന് വോട്ട് ചെയ്യാൻ സാധ്യതയുമില്ല. അങ്ങനെ വരുമ്പോൾ അൻവറിന്റെ കൂടെ നിന്ന പിണറായി വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായിട്ടും പിണറായിയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ UDFന് വോട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഷൗക്കത്തിനോട് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും CPM ക്യാമ്പിലുള്ള പിണറായി വിരുദ്ധ വോട്ടുകളിൽ നല്ല പങ്കും അൻവറിന് ലഭിക്കില്ല. അത് ഷൗക്കത്തിന് തന്നെ ലഭിക്കുകയുള്ളൂ. ഷൗക്കത്തിന് കഴിഞ്ഞ തവണ VV പ്രകാശ് ലഭിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് ലഭിക്കാനാണ് സാധ്യത. അതല്ല, അൻവർ അവകാശപ്പെടുന്ന പോലെയുള്ള ഒരു പിണറായി വിരുദ്ധ വികാരം അവിടെ CPMന്റെ ക്യാമ്പിൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അൻവറിന് ലഭിക്കുമെന്ന് പറയുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ ഉള്ളതല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വരാജിനാണ് അതിന് പ്രയോജനം ലഭിക്കുക. അപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്, രാഷ്ട്രീയമായി കൃത്യമായി വിഭജിക്കപ്പെടാൻ പോവുകയാണ് നിലമ്പൂരിലെ വോട്ടുകൾ. എന്തായാലും തെരഞ്ഞെടുപ്പ് അംഗം മുറുകുന്നു. ഇന്ന് അൻവർ
പത്രിക നൽകുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലാണ് ശരിക്കുള്ള നിലമ്പൂരിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വ്യക്തമാവുക. ഇനിയുള്ള ദിവസങ്ങളിലാണ് ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ആളുകളുടെ വോട്ടുകൾ ഏത് വശത്തേക്ക് ചായുന്നു എന്നുള്ളത്.